ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് 35,000 തുടക്ക ശമ്പളത്തിൽ കുടുംബശ്രീയിൽ ജോലി, 40 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഒക്ടോബർ 5 വരെ സ്വീകരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക, അതേപോലെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, കുടുംബശ്രീ സംസ്ഥാന മിഷന് കീഴിൽ ജോലി നേടാൻ അവസരം. DDU-GKY പദ്ധതിക്ക് കീഴിൽ അക്കൗണ്ടന്റിനെയാണ് നിയമിക്കുന്നത്. ആകെ ഒരു ഒഴിവാണുള്ളത്. അപ്പോൾ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമായിരിക്കും നടക്കുക. താല്പര്യമുള്ളവർക്ക് കേരള സർക്കാർ CMD വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം. അവസാന തീയതി ഒക്ടോബർ 5. തസ്തികയും ഒഴിവുകൾ നോക്കാം. കുടുംബശ്രീ മിഷനിൽ അക്കൗണ്ടന്റ്, ആകെ ഒഴിവുകൾ 1. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 31/3/2026 വരെ ആയിരിക്കും ജോലിയുടെ കാലയളവ്. അതിനുശേഷം പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ ദീർഘിപ്പിക്കും. അപ്പോൾ അതേപോലെ പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ് പ്രായപരിധി. പ്രായം 31/8/2025 അടിസ്ഥാനമാക്കിയിട്ടാണ് കണക്കാക്കുക. യോഗ്യത BCom അല്ലെങ്കിൽ DCA ടാലി യോഗ്യത ഉണ്ടായിരിക്കണം. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ, പ്രൊജക്ടുകൾ, അതേപോലെ കുടുംബശ്രീ എന്നിവയിൽ ഏതെങ്കിലും അക്കൗണ്ടൻ്റായിട്ട് 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ശമ്പളം ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 35,000 രൂപ വരെ ശമ്പളമായിട്ട് ലഭിക്കാവുന്ന ഒരു ജോലിയാണിത്. അതേപോലെ തിരഞ്ഞെടുപ്പ് നോക്കാം. അപേക്ഷകൾ പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തിയാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷകർ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകണം. അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ളവർ CMD വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നോട്ടിഫിക്കേഷൻ പേജിൽ നിന്നും കുടുംബശ്രീ അക്കൗണ്ടന്റ് തിരഞ്ഞെടുക്കുക. അതേപോലെ വിശദമായ വിജ്ഞാപനം മനസ്സിലാക്കിയിട്ട് ഒക്ടോബർ 5 മുൻപായിട്ട് അപേക്ഷകൾ നൽകാം. അതേപോലെ അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനുകളിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകൾ ഇല്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കില്ല. നിയമനം തീർത്തും കരാറടിസ്ഥാനത്തിലായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഈ വകുപ്പിലോ അല്ലെങ്കിൽ തസ്തികയിലോ മറ്റേതെങ്കിലും തസ്തികയിലോ സ്ഥിരപ്പെടുന്നതിന് യാതൊരുവിധ അർഹതയും ഉണ്ടാവില്ലെന്നും CMD അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മേഖലയ്ക്ക് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.